പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മോട്ടോർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുമെങ്കിലും ഇതിൽ വെള്ളമില്ലാതെയാണോ ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കയറി സ്റ്റക്ക് ആയിട്ടുണ്ടോ? ഞാനിവിടെ മാനുവലായിട്ട് ഈ മോട്ടോർ ഓൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ കസ്റ്റമർക്ക് അറിയാൻ പറ്റും, കസ്റ്റമർ എവിടെയാണെങ്കിലും അവർക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഡ്രൈ കാണിച്ച് പമ്പ് ഓഫായി അതിൻ്റെ ഫീഡ്ബാക്ക് വരുമെന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പാനൽ ബോർഡാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള പാനൽ ബോർഡുകൾ നമ്മൾ ഈ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വയർലെസ് ആയിട്ട് ഓൺ ചെയ്യാവുന്നതും മൊബൈലിൽ നിന്ന് ഓൺ ചെയ്യാവുന്നതും അങ്ങനെ പല രീതിയിലുള്ള ഡ്രൈ റൺ പാനലുള്ളത്, ഓട്ടോമാറ്റിക് പാനലുകൾ, അങ്ങനെ ഒരുപാട് പാനൽ ബോർഡുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു L&Tയുടെ മൊബൈലിൽ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയും ചെയ്യാവുന്ന ഒരു എംപവർ യൂണിറ്റ് നമ്മളൊരു ഓട്ടോമാറ്റിക് പാനലിലേക്ക്, അതായത് ഒരു ഡ്രൈ റണ്ണും ഓവർലോഡും ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ എല്ലാം ഉള്ള ഒരു ഓട്ടോമാറ്റിക് പാനലിലേക്ക് ആ ഒരു എംപവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈറ്റുകളിലും നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൈറ്റുകളിലെല്ലാം നമുക്ക് മോട്ടോർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുമെങ്കിലും ഇതിൽ വെള്ളമില്ലാതെയാണോ ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും കയറി സ്റ്റക്ക് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ സൈഡിൽ വോൾട്ടേജ് കുറവാണോ എന്നറിയാനുള്ളൊരു വഴി നമുക്കുണ്ടായില്ല. അങ്ങനെ വരുന്ന സമയത്ത് മോട്ടോർ ഓഫായി പോകാൻ പാകത്തിനുള്ളൊരു സംവിധാനമാണ് നമ്മൾ പുതിയ പാനലിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ടെക്നീഷ്യൻ ബിനിച്ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലപ്പുഴയുള്ള അജോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടൊരു പാനൽ ബോർഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് പുള്ളി ഒരു ഫിഷ് ഫാം നടത്തുന്ന ആളാണ്. അവിടെ ആ ഫിഷ് ഫാമിലെ എയറേഷനും ഫിഷ് ഫാമിലെ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു 2 HP 4 ഇഞ്ച് ഡെലിവറി ഉള്ളൊരു പമ്പാണ് വർക്ക് ചെയ്യണത്. ഒരു മോണോബ്ലോക്ക് പമ്പാണ്. പുള്ളി വർക്ക് ചെയ്യുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ്. അപ്പോൾ ഒരു കറക്റ്റ് ഡിലേ ടൈമിൽ ഈ പമ്പ് ഓണാവും ഓഫാവും, പോണ്ടിലെ എയറേഷൻ നടക്കണം, അതുപോലെ പോണ്ടിലെ വെള്ളം പുറത്ത് പമ്പ് ചെയ്ത് കളയണം, വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യണം, അങ്ങനെയുള്ള പല ആവശ്യങ്ങളും അവിടെ ഉണ്ട്. അതെല്ലാം പുള്ളിക്ക് നെടുമ്പാശ്ശേരിയിൽ നീന്തിരിക്കണം. അതാണ് പുള്ളിയുടെ ആവശ്യകത. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എംപവർ യൂണിറ്റും ഈ പാനൽ ഡിജിറ്റൽ പാനലും പല വീഡിയോകളും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത് ഓട്ടോമാറ്റിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർലോഡ് കട്ട് ഓഫ്, ഡ്രൈ റൺ കട്ട് ഓഫ്, ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് പ്രിവെൻഷൻ, ഇങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സ് ഉള്ളൊരു പാനലാണിത്. ഇതിലേക്ക് ഒരു L&Tയുടെ എംപവർ പ്ലസ് എന്നുള്ള യൂണിറ്റ് ആഡ് ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ ഈ പാനൽ റെഡിയാക്കിയിരിക്കുന്നത്. അതായത് അവിടെ റണ്ണിങ് ടൈമിൽ ഹൈ വോൾട്ടേജോ ലോ വോൾട്ടേജോ ലൈനിൽ വരികയോ എന്തെങ്കിലും ചെയ്താൽ മോട്ടോർ പ്രൊട്ടക്റ്റ് ആവണം. ഇൻ കേസ് വെള്ളം പോണ്ടിലെ വെള്ളം ഒരു ലെവലിൽ കൂടുതൽ താഴ്ന്നു പോയി മോട്ടോർ പ്രൊട്ടക്റ്റ് ആവണം. ഇനി അതോ മോട്ടോർ ഓവർലോഡ് എന്തെങ്കിലും വന്ന് സ്റ്റക്കായിട്ട് ഓവർലോഡായ മോട്ടോർ പ്രൊട്ടക്റ്റ് ആവണം. ഇതൊക്കെയാണ് ആവശ്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടി ഇതിപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റിങ്ങിന് ഇവിടെ ഉപയോഗിക്കുന്നത് ഓപ്പൺ വെൽ സബ്മേഴ്സിബിളാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കപ്പാസിറ്റർ സൈറ്റിൽ മോണോബ്ലോക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ കപ്പാസിറ്റർ ആവശ്യമില്ല, ഡയറക്റ്റ് ലൈനിൽ. ഇതിപ്പോൾ ഓപ്പൺ വെല്ലിലും ഈ പാനൽ ബോർഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ മൊബൈലിൽ നിന്ന് കോൾ ചെയ്യുക. ഇൻ കേസ് അവിടെ പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ മോട്ടോർ അവിടെ ഓഫ് ആകും. അതിൻ്റെ മെസ്സേജ് ആൾക്ക് കിട്ടണം. അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും മാനുവലായിട്ട് മോട്ടോർ ഓൺ ചെയ്താൽ അതിൻ്റെ മെസ്സേജ് പുള്ളിക്ക് കിട്ടണം. ഇപ്പോൾ ഞാനിവിടെ നമ്പർ കണക്ട് ചെയ്താൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ എല്ലാ ഫീഡ്ബാക്കും നമ്മുടെ മൊബൈലിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഈ പാനലിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ മോട്ടോർ നോർമലി ഓൺ ചെയ്തിട്ട് അതിന് ആംബിയർ അനുസരിച്ചിട്ടാണ് പാനൽ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ മോട്ടോർ ഓൺ ചെയ്യാം മാനുവലായിട്ട്. ഫ്ലക്ച്വേഷൻ കാണാം, 6.2 ആണ് മോട്ടോർ ഇപ്പോൾ എടുക്കുന്ന ആംബിയർ. നോർമൽ മോട്ടറിൻ്റെ റണ്ണിങ് ആംബിയർ ആണ് 6.2. അപ്പോൾ അതിൽ നിന്ന് ഇനി ഇപ്പോൾ ഇത് ടെസ്റ്റിന് വേണ്ടി ഡ്രൈ റൺ ഞാനൊരു 7ലേക്ക് സെറ്റ് ചെയ്യുകയാണത്. അതായത് ഡ്രൈ റൺ വാല്യൂ 7ലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ മോട്ടറിൻ്റെ നോർമൽ റണ്ണിങ് ആംബിയർ 6 7 ഡ്രൈ റൺ വാല്യൂ ആണ്. അപ്പോൾ 7 ആംബിയർ താഴെ വന്നു കഴിഞ്ഞാൽ മോട്ടോർ സ്വിച്ച് ഓഫ് ആയി പോകണം, ഓഫ് ആവണം. അതാണ് കണക്ക്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം. സെറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ലോ വോൾട്ടേജ് ആണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് ഹൈ വോൾട്ടേജ് വന്നു. ഇതാണ് ഡ്രൈ റൺ. 7.6 ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓവർലോഡ് സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ മോട്ടറിനെ ബേസ് ചെയ്തിട്ട് CNN സെറ്റ് ചെയ്യാനുള്ള ലോഡ്. അപ്പോൾ ഇനി നമുക്ക് മാനുവലായിട്ട് വീണ്ടും മൊബൈലിൽ നിന്ന് ഓൺ ചെയ്യാം. മാനുവലായിട്ട് വേണ്ട, മൊബൈലിൽ നിന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ 6 ആംബിയർ കൂടുതൽ ഡ്രൈ റൺ സെറ്റ് ചെയ്തതാണ് കാരണം മോട്ടോർ ഡ്രൈ റൺ കാണിച്ച് ഓഫ് ആവും.
മോട്ടർ ഓണായി. ജസ്റ്റ് 1 മിനിറ്റ് അത്രയൊക്കെ ഡിലേയിൽ പമ്പ് ഓഫ് ആവും. പമ്പ് ഓണായ ഫീഡ്ബാക്ക് വന്നു. മെസ്സേജ് പമ്പ് ഓണായെന്ന് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ഡ്രൈ കാണിച്ച് പമ്പ് ഓഫായി. അതിൻ്റെ ഫീഡ്ബാക്ക് വരുമെന്നുള്ളതാണ്. ഫീഡ്ബാക്കും വന്നു. ഇപ്പോൾ നമ്മളിത് മൊബൈലിൽ ഓൺ ചെയ്തു. ഇനി നമുക്ക് ഈ സൈറ്റിൽ ആരെങ്കിലും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവം? ഡ്രൈ ഇല്ല, അത് പിന്നെ ഫോണിൽ വെള്ളം കുറവാണ്. അതുപോലെ മോട്ടർ ഡ്രൈ ആയി ഓഫാവും. കസ്റ്റമർക്ക് മെസ്സേജ് ചെല്ലുമോ എന്നും കൂടെ ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മാനുവലായിട്ട് ഞാൻ ഇവിടെ ഓൺ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ മോട്ടർ ഓൺ ചെയ്തു. അവിടെ മൊബൈലിൽ മെസ്സേജ് ശ്രദ്ധിച്ചു കൊടുക്കുക. ഓണായ മെസ്സേജ് അവിടെ വന്നു. ഇനി ഡ്രൈ റണ്ണായി മോട്ടർ ഓഫായ മെസ്സേജ് അവിടെ വരും. അല്ല ഇവിടെ ഓഫ് ചെയ്യുകയാണെങ്കിലും ആ മെസ്സേജ് അവിടെ വരും. ഡ്രൈ റണ്ണല്ലേ സെറ്റ് ചെയ്തു. ഈ മോട്ടർ തനിയെ, അതായത് അറിയാതെ അവരാരെങ്കിലും ഓൺ ചെയ്താലും മോട്ടർ പ്രൊട്ടക്റ്റ് ആണ്. ഇത് ഓഫായി. പാനൽ ഇൻഡിക്കേഷൻ ഡ്രൈ കാണിച്ചു. അതിവിടെയാണ്, അത് കസ്റ്റമർ അറിയില്ല. മോട്ടർ ഓണായി ഓഫായെന്ന് കസ്റ്റമർക്ക് മെസ്സേജ് ഉണ്ട്. അതുപോലെ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജിൽ നിന്നും ഈ സെയിം രീതിയിൽ തന്നെയാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മോട്ടർ എല്ലാ രീതിയിലും സേഫായിരിക്കും. അതാണ്. ഇതിൽ ഓട്ടോയും മാനുവലും മോഡുണ്ട്. മാനുവലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ആവില്ല കേട്ടോ. മാനുവലിലിട്ടാൽ സ്റ്റാർട്ടിൻ്റെ ആ ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ല. സ്റ്റാർട്ടർ ത്രൂ ഇട്ട് പോകും. മെസ്സേജിന് അതുപോലെ നെറ്റ്വർക്ക് ഡിലേ ഉണ്ടെങ്കിൽ മെസ്സേജിന് താമസം വരും. അത്രയുള്ളൊരു അതാണ് പ്രോബ്ലം അതിനകത്ത്. നെറ്റ്വർക്കിൻ്റെ ഇതിൽ തന്നെ ഏതായാലും പ്രശ്നമുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. അപ്പോൾ ഓക്കെ ചെറിയ ഡിലേ വരുള്ളൂ, അല്ലാതെ ദിവസം മോട്ടർ. അപ്പം നിലവിലിത് സിംഗിൾ ഫേസിൻ്റെ 2 HP മോട്ടറിനാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് സിംഗിൾ ഫേസിലും 3 ഫേസിലും നമുക്ക് ചെയ്തെടുക്കാവുന്ന. 3 ഫേസിലാകുമ്പോൾ പിന്നെ വേറെ വ്യത്യാസമുണ്ട്. എല്ലാൻ്റെയുടെ ഈ എംപവർ യൂണിറ്റ് 3 ഫേസിന് റെഡി വരുന്നുണ്ട്. ഡ്രൈ റണ്ണും എല്ലാം ഉള്ള യൂണിറ്റ്. ഇത്രയും കോംപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആ യൂണിറ്റ് ഒരു റിലേ ആയിട്ട് ആ സ്റ്റാർട്ടറിലൂടെ അറ്റാച്ച് ചെയ്താൽ മാത്രം മതിയാവും. എംപവർ പ്രോ അത് 3 ഫേസിന് വേണ്ടി റെഡി ആയിട്ടുള്ള യൂണിറ്റ് വരുന്നുണ്ട്. എല്ലാ പ്രൊട്ടക്ഷനുള്ള യൂണിറ്റ് വരുന്നുണ്ട്. അത് ഡയറക്റ്റ് ആ ഒറ്റ യൂണിറ്റ് മാത്രം വെച്ചാൽ മതി. ഇതിപ്പോൾ സിംഗിൾ ഫേസിലാകുമ്പോൾ ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഉള്ള യൂണിറ്റ് വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പാനൽ ബോർഡ് ഇതേപോലെ ആഡ് ചെയ്യേണ്ടി വരുന്നത്. ഏകദേശം ഒരു 9,000 രൂപയുടെ അടുത്ത് എല്ലാ, അതായത് എംപവറിൻ്റെയും സ്റ്റാർട്ടറിൻ്റെയും വില ഉൾപ്പെടെ വില മുടക്ക് വരുന്നതാണ് നമുക്കിതിന്. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ്, ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ മൊബൈലിൽ നിന്ന് ആ യൂണിറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളത് പ്രസ് ചെയ്തു, മോട്ടർ ഓണായി. നമുക്കതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് കിട്ടും. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന വാല്യൂസ് അനുസരിച്ച് ഈ മോട്ടർ വെള്ളമില്ലാതെയാണ് ഓടുന്നതെങ്കിൽ അത് ആ പാനലിൽ തനിയെ കട്ട് ഓഫായി പോകും. അത് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ ഓണായോന്നോ ഓഫായോ എന്നുള്ള ഇൻഡിക്കേഷനെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഡ്രൈ റൺ സെറ്റ് ചെയ്തുകൊണ്ടാണ് മോട്ടർ ഓഫായി പോയത്. വെള്ളമില്ലാതെ ഓടി എന്നുള്ള ഇൻഡിക്കേഷൻ നമ്മൾ അതിൻ്റെ ഭാഗത്തിനാണ് ഇപ്പോൾ പാനൽ സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അത് ഓഫായത്. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.